നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫാത്തിമ ബീഗം. സബ്ജക്റ്റ് വൈസ് MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബയോകെമിസ്ട്രി ആയിരുന്നു സബ്ജക്റ്റ്. പാർട്ട് 4 ഡിസ്കഷനിലെ ടോപ്പിക്ക് ഗ്ലൈക്കോളിസിസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക വീഡിയോ. MCQ ഡിസ്കഷന് മുൻപ് നമുക്ക് സം ബേസിക് തിയറി ഓഫ് ഗ്ലൈക്കോളിസിസ് നോക്കാം. ഡെഫിനേഷൻ, ഫേസസ്, സ്റ്റെപ്സ്. ഡെഫിനേഷൻ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഗ്ലൈക്സ് വിച്ച് മീൻസ് സ്വീറ്റ് ആൻഡ് ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. ഗ്ലൈക്കോളിസിന് വേറൊരു നെയിം ഉണ്ട്, നമുക്കറിയാം. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് എംടൺ-മേയർഹോഫ് പാർനസ് പാത്വേ അല്ലെങ്കിൽ EMP പാത്വേ. ഡെഫിനേഷൻ ഇത്രയുമേ ഉള്ളൂ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് പാത്വേ ആണ്. സീക്വൻസ് ഓഫ് എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻസ് ഉള്ള ഒരു മെറ്റബോളിക് പാത്വേ ദാറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറുവേറ്റ് വിത്ത് ATP പ്രൊഡക്ഷൻ. ഇതിനാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടിങ് ഗ്ലൂക്കോസ് ആണ്, എൻ പ്രോഡക്റ്റ് പൈറുവേറ്റ് ആണ്, ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ മെറ്റബോളിക് പാത്വേ ആണ്. ഈ ഓക്സിഡേറ്റീവ് പ്രോസസ്സിൽ 1 മോൾ ഓഫ് ഗ്ലൂക്കോസ് പാർഷ്യലി ഓക്സിഡൈസ് ചെയ്ത് 2 മോൾസ് ഓഫ് പൈറുവേറ്റ് ആയിട്ട് മാറും. യുണിക് പാത്വേ ആണ്. എയറോബിക്കലി ആസ് വെൽ ആസ് എനയറോബിക്കലി ഒക്കർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോർമേഷൻ ഓഫ് ലാക്ടേറ്റ് ഫ്രം പൈറുവേറ്റ്. സെൻട്രൽ പാത്വേ ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. എയറോബിക് ഓർഗാനിസത്തിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് പ്രിസീഡ്സ് TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ ബിഫോർ ഉള്ളത്, അതും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ചെയിൻ ഓർ ETCക്ക് മുമ്പുള്ളതാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിൻ്റെ ഫേസസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. പ്രിപ്പറേറ്ററി ഫേസ് എന്നും പേ ഓഫ് ഫേസ് എന്നും. ആദ്യത്തേതാണ് പ്രിപ്പറേറ്ററി ഫേസ്. ഫസ്റ്റ് 5 സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആണ് പ്രിപ്പറേറ്ററി ഫേസിൽ വരുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് എൻസൈമാറ്റിക്കലി ഫോസ്ഫോറിലേറ്റ് ചെയ്യും ബൈ ATP. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഫോം ചെയ്ത ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 2 മോളിക്യൂൾസ് ഓഫ് 3 കാർബൺ കണ്ടെയ്നിങ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് മാറും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഹെക്സോസ് ചെയിൻ. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഹെക്സോസ് ആണ്. ഹെക്സോസ് ചെയിൻ്റെ ബ്രേക്കിംഗ് ആണ്. 2 ATP ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഫസ്റ്റ് ഫേസിൽ, അതായത് പ്രിപ്പറേറ്ററി ഫേസിൽ. രണ്ടാമത്തെ ഫേസാണ് പേ ഓഫ് ഫേസ്. ലാസ്റ്റ് 5 റിയാക്ഷൻസ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആണ് പേ ഓഫ് ഫേസിൽ വരുന്നത്. റിലീസ് ഓഫ് ATP മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. ഇവിടെ ഗ്ലിസറാൽഡിഹൈഡ് 2 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് 2 മോൾസ് ഓഫ് പൈറുവേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 മോൾസ് ഓഫ് ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ആവുന്നുണ്ട്. 4 മോൾസ് ഓഫ് ATPയും ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നെറ്റ് നമ്മൾ പറയുമ്പോൾ 2 മോൾസ് ഓഫ് ATP പെർ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആണ്. അതായത് 2 മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഫേസ് 1 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി 2 മോളിക്യൂൾസ് ഓഫ് ATP 2 മോൾസ് ഓഫ് ATP പെർ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആണ് ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് നോക്കാം. അപ്പോൾ സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫോറിലേറ്റഡ് ബൈ ATP ടു ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് എന്നൊരു എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫേറ്റ് ആയിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്തതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറിവേഴ്സിബിൾ ആണ്. എൻസൈം ഹെക്സോകൈനേസ് ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഐസോമറൈസേഷൻ ആണ്. ഇത് റിവേഴ്സിബിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് കെമിക്കൽ സ്ട്രക്ചർ ഓഫ് കാർബണൈൽ ഓക്സിജൻ ഫ്രം C1 to C2. ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റും കൺവേർട്ട് ചെയ്തിട്ട് ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറാണ്. ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് നമ്മൾ നോക്കിയ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? ഫസ്റ്റ് കാർബണിലാണ് കിടക്കുന്നത്. അത് ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആകുമ്പോൾ ഇറ്റ് മൂവ്സ് ടു സെക്കൻഡ് കാർബൺ. അതായത് അവിടെ എന്താ നടക്കുന്നത്? ഐസോമറൈസേഷൻ ആണ് നടക്കുന്നത്. ഒരു ആൽഡോസിൽ നിന്ന് ഒരു കീറ്റോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം നോൺ ആസ് ഫോസ്ഫോഗ്ലൂക്കോ ഐസോമറൈസ്. സോ ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫോസ്ഫോറൈലേഷൻ ആണ്. ഇവിടെ എന്താണ്? ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ATPയുടെ പ്രസൻസിൽ ഫോസ്ഫോറൈലേറ്റ് ചെയ്തിട്ട് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് വിച്ച് ഇസ് കാറ്റലൈസ്ഡ് ബൈ ആൻ എൻസൈം നോൺ ആസ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈം. അടുത്തത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. അതൊരു 6 കാർബൺ ഷുഗറാണ്.
ഈ 6 കാർബൺ ഷുഗർ ക്ലീവ് ചെയ്തിട്ട് 3 കാർബൺ മോളിക്യൂൾസ് ആയിട്ട് മാറും. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോണും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഡൈഹൈഡ്രോക്സി അസറ്റോണും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അത് തന്നെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ. ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസിൻ്റെ പ്രസൻസിൽ ഒരു ഇക്വിലിബ്രിയത്തിലാണ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറി. അവിടെയുള്ള എൻസൈമാണ് ഫ്രക്ടോസ് ബൈഫോസ്ഫേറ്റ് ആൽഡോസ്. ഇനി സ്റ്റെപ്പ് 5 എന്താണ് സംഭവിക്കുന്നത്? സ്റ്റെപ്പ് 5 നടക്കുന്നത് ഐസോമറൈസേഷൻ ആണ്. അതായത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഓക്സിഡൈസ് ചെയ്ത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. അടുത്തത് സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6 എന്താണ് നടക്കുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് കാറ്റലൈസ് ചെയ്തിട്ട് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് കൺവേർട്ട് ചെയ്ത് 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. സോ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഹൈ എനർജി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു ADP ഫ്രം ATP. ഇവിടെ നടക്കുന്ന സ്റ്റെപ്പ് 7 ഫോസ്ഫോറിലേഷനെ നമ്മൾ വിളിക്കുന്നത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നാണ്. കാരണം ഇവിടെ ഫോസ്ഫേറ്റ് ഡോണർ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആയ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. സോ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്നും ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസിൻ്റെ പ്രസൻസിൽ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്യും. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഉണ്ടായി അവിടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത് റിമൈനിങ് ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജ് 3 ഫോസ്ഫോഗ്ലിസറേറ്റിലുള്ള ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജ് അത് മൂവ് ചെയ്യും കാർബൺ 3യിൽ നിന്നും കാർബൺ 2യിലേക്ക്. അങ്ങനെ എന്ത് ഫോം ചെയ്യും? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെയുള്ള എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസിൻ്റെ പ്രസൻസിൽ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. കാരണം എന്താണ്? മോർ സ്റ്റേബിൾ ഫോം 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. ലെസ് ഫ്രീ എനർജി ഫോർ ഹൈഡ്രോളിസിസ് മതി ടു ഫോം 2 ഫോസ്ഫോഗ്ലിസറേറ്റ്. അതുകൊണ്ട് 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. സ്റ്റെപ്പ് 9 എന്താണ് സംഭവിക്കുന്നത്? ഡീഹൈഡ്രേഷൻ ഓഫ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ്. അതായത് ഒരു വാട്ടർ മോളിക്യൂൾ പോകും ബൈ ദ ആക്ഷൻ ഓഫ് ഈനലൈസ് എൻസൈം. ഫോസ്ഫോഗ്ലിസറേറ്റ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നത് ഡീഹൈഡ്രേഷൻ ഈനലൈസിൻ്റെ പ്രസൻസിൽ നടന്നിട്ട് ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. ഹൈ എനർജി ഫോസ്ഫേറ്റ് കോമ്പൗണ്ട് ആണ് ഫോസ്ഫിനോൾ പൈറുവേറ്റ്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ട്രാൻസ്ഫർ ഓഫ് ഹൈ എനർജി ഫോസ്ഫോറിൽ ഗ്രൂപ്പ് ഫ്രം ഫോസ്ഫിനോൾ പൈറുവേറ്റ് ടു ADP. റിയാക്ഷൻ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് പൈറുവേറ്റ് കൈനേസ് എൻസൈം ആണ്. ഫോസ്ഫിനോൾ പൈറുവേറ്റ് സബ്സ്ട്രേറ്റ് ലെവൽ രണ്ടാമത്തെ സ്റ്റെപ്പ് 7 ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടന്നായിരുന്നു. രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ സ്റ്റെപ്പ് 10 നടന്നു. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഫോസ്ഫിനോൾ പൈറുവേറ്റ് കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആയിട്ട് മാറി. നോൺ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്തതാണ് പൈറുവേറ്റ്. സോ ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവേറ്റ് ഫോം ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ്. സ്റ്റെപ്സ് ഒന്ന് സിമ്പിളായിട്ട് നോക്കിയാൽ ഗ്ലൂക്കോസ് ഹെക്സോകൈനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഫോസ്ഫോഗ്ലൂക്കോസ് ഐസോമറേസിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ദെൻ ഫ്രക്ടോസ് കൈനേസിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഫ്രക്ടോസ് ബൈഫോസ്ഫേറ്റ് ആൽഡോസിൻ്റെ പ്രസൻസിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആൻഡ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ് എൻസൈം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ പ്രസൻസിൽ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസിൻ്റെ പ്രസൻസിൽ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് കൺവേർട്ട് ചെയ്ത് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. 3 ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസിൻ്റെ പ്രസൻസിൽ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. ഈനോലൈസിൻ്റെ പ്രസൻസിൽ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് കൺവേർട്ട് ചെയ്ത് ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആയി. ഫോസ്ഫിനോൾ പൈറുവേറ്റ് കൈനേസിൻ്റെ പ്രസൻസിൽ ഫൈനലി പൈറുവേറ്റ് ആയി. ഇത്രയുമാണ് 10 സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പ്ലസ് 2 ATP പ്ലസ് 2 ഫ്രീ ഫോസ്ഫേറ്റ് പ്ലസ് 2 NAD പ്ലസ് 2 H പ്ലസ് 4 ADP. ഇറ്റ് ഗിവ്സ് 2 pyruvate plus 2 H plus 4 ATP plus 2 water molecules plus 2 NADPH plus 2 ADP. ക്യാൻസലൊക്കെ ചെയ്ത് പോയിട്ട് നെറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഗ്ലൂക്കോസ് പ്ലസ് 2 PI പ്ലസ് 2 ADP പ്ലസ് 2 NAD പ്ലസ് ഗിവ്സ് 2 pyruvate പ്ലസ് 2 NADPH പ്ലസ് 2 ATP പ്ലസ് 2 H പ്ലസ് 2 molecules of water.
സൈമൾട്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട് ഗ്ലൈക്കോളിസിസിൽ. എന്തൊക്കെയാണ് നടക്കുന്നത്? ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്ത് പൈറുവേറ്റ് ആവുന്നു, NAD+ റെഡ്യൂസ് ചെയ്ത് NADH ആകുന്നു, ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ആകുന്നു. എനർജി ഈൽഡ് ഓർ നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് പറയുന്നത് 2 ആണ്. എയറോബിക് ഓർഗാനിസത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പൈറുവേറ്റ്, ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന പൈറുവേറ്റ് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും ത്രൂ ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ വഴി. NADH ആണെങ്കിലോ ഗ്ലൈക്കോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്ത NADH ക്രബ്സ് സൈക്കിൾ വഴി അതുപോലെ ഗ്ലൈക്കോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന NADH റീ ഓക്സിഡൈസ് ചെയ്തിട്ട് റെസ്പിറേറ്ററി ചെയിനിലേക്ക് പോകും വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ATP. ഇനി അടുത്തത് റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോളിസിസും കൂടി ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. റെഗുലേഷൻ നമുക്ക് സബ്സ്ട്രേറ്റ് ലെവലും പറയാം, എൻസൈം ലിമിറ്റഡും പറയാം. സബ്സ്ട്രേറ്റ് ലിമിറ്റഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇസ് നിയർ ടു ഇക്വിലിബ്രിയം ആണെങ്കിൽ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് സബ്സ്ട്രേറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരുപാട് ഫാർ അവേ ആണെങ്കിൽ ആക്ടിവിറ്റി ഓഫ് എൻസൈം ആയിരിക്കും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എൻസൈം ലിമിറ്റഡ് എന്ന് പറയും. എൻസൈം ലിമിറ്റഡിലെ ഗ്ലൈക്കോളിസിസ് കൺട്രോൾ ചെയ്യുന്ന എൻസൈംസ് ആണ് ഹെക്സോകൈനേസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ്, അതുപോലെ തന്നെ പൈറുവേറ്റ് കൈനേസ്, 3 എണ്ണം. ഹെക്സോകൈനേസിനെ അലോസ്റ്റെറിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ്. ഫോസ്ഫോഫ്രക്ടോകൈനേസിനെ അലോസ്റ്റെറിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ATP. അലോസ്റ്റെറിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് AMP, ADP, ഫ്രക്ടോസ് 2 ബൈഫോസ്ഫേറ്റ്. പൈറുവേറ്റ് കൈനേസിനെ അലോസ്റ്റെറിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ATP. അലോസ്റ്റെറിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഫ്രക്ടോസ് 1 ബൈഫോസ്ഫേറ്റ്. ഇനി ഗ്ലൈക്കോളിസിസിൻ്റെ ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ് ഉണ്ടാവുന്ന പൈറുവേറ്റിൻ്റെ ഫേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം എയറോബിക് ഓക്സിഡേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിട്രിക് ആസിഡ് സൈക്കിൾ അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അണ്ടർഗോ ചെയ്യും പൈറുവേറ്റ് ഉണ്ടാവുന്നത്. അനൈറോബിക് ആണെങ്കിൽ അത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും അതുപോലെ തന്നെ ആൽക്കഹോൾ ഫെർമെൻറ്റേഷനും അണ്ടർഗോ ചെയ്യും. എന്താണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ലാക്ടേറ്റ് ആണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് അവൈലബിൾ എങ്കിൽ. അനൈറോബിക് കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് ഇസ് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഗ്ലൂക്കോസ് ലാക്ടേറ്റ് ആയിട്ട് മാറും. സോ ഉണ്ടായ പൈറുവേറ്റിന് ലാക്ടേറ്റ് ആയിട്ട് മാറാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനൈറോബിക് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് മീൻസ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ആണ് ഡ്യൂറിങ് ഷോർട്ട് ഇൻറ്റൻസ് എക്സസൈസിൻ്റെ ഒക്കെ സമയത്ത്. വളരെ കുറച്ച് നേരത്തേക്ക് എനർജി പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് 10 seconds to 2 minutes ഗ്യാപ്പ്, ആ ഒരു പീരീഡ്, ഷോർട്ട് പീരീഡിൽ എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് എന്താണ്? അനൈറോബിക്കിൽ തന്നെ ഉള്ളതാണ് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. അത് ഈസ്റ്റും അതുപോലുള്ള അനൈറോബിക് ഓർഗാനിസംസ് മെറ്റബലൈസ് ചെയ്യും പൈറുവേറ്റിന്, എന്നിട്ട് അത് എത്തനോൾ ഫോം ചെയ്യിപ്പിക്കും. NADH കൺവേർട്ട് ചെയ്ത് NAD+ ആവും ബൈ ആൽക്കഹോൾ ഡിഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ. അങ്ങനെ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ അനൈറോബിക് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഫേറ്റ് ഓഫ് പൈറുവേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലൈക്കോളിസിസ് ഒന്നില്ലെങ്കിൽ എയറോബിക് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യാം, സിട്രിക് ആസിഡ് സൈക്കിളിലും അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്കൊക്കെ പോകാം. അതല്ലെങ്കിൽ അനൈറോബിക്കലി ആൽക്കഹോൾ ഫെർമെൻറ്റേഷനോ അതുപോലെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനോ നടക്കാം. അപ്പോൾ ഇതോടുകൂടി ഏകദേശം ഒരു തിയറി ഓഫ് ഗ്ലൈക്കോളിസിസ് ആയി. ഇനി നമുക്ക് MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന തിയറീസ് നോക്കാം. നമുക്ക് MCQയിലേക്ക് പോകാം. Question number 1. Which of the following enzyme catalyzes the first step of glycolysis? Option A hexokinase, Option B pyruvate kinase, Option C glucokinase, Option D phosphofructokinase 1. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ A. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ് അണ്ടർ ഇൻട്രാസെല്ലുലാർ കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ഹെക്സോകൈനേസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Question number 2. The general term used for the anaerobic degradation of glucose to obtain energy is Option A anabolism, B oxidation, C fermentation, D metabolism. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ ഇസ് ദ അനൈറോബിക് ഡിഗ്രഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഒബ്റ്റൈൻ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. So correct answer is option C. Question number 3. Whenever the cell's ATP supply is depleted, which of the following enzymes activity is increased? A hexokinase, B pyruvate kinase, C glucokinase, D phosphofructokinase 1. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1. ഇറ്റ് ഈസ് എ റെഗുലേറ്ററി എൻസൈം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു
It is a major point of regulation of glycolysis ആണ് and its activity is increased whenever cell's ATP is depleted. എപ്പോൾ സെല്ലിൻ്റെ ATP ഡിപ്ലീറ്റ് ചെയ്യുന്നു കുറയുന്നു അപ്പോഴത്തേക്കും എൻസൈം ആക്ടിവിറ്റി ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1ൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question number 4. Cleavage of fructose 1,6 biphosphate yields option A 2 aldoses, B 2 ketoses, C an aldose and a ketose, D only a ketose. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി an aldose and a ketose. ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൽഡിഹൈഡ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ആൽഡോസും അതുപോലെ തന്നെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കീറ്റോസും ഫോം ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Question number 5. Dihydroxyacetone phosphate is rapidly and reversibly converted to option A glyceraldehyde 3-phosphate, option B 1,3-bis phosphoglycerate, option C fructose 1,6 bisphosphate, D fructose 6-phosphate. Correct answer ഏതാണ്? Correct answer option A ആണ്. Dihydroxyacetone phosphate എന്ന് പറയുന്നത് rapidly and reversibly converted to glyceraldehyde 3-phosphate by the enzyme triose phosphate isomerase. Question number 6. The first step in the payoff phase of glycolysis is, നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ രണ്ട് ഫേസ് ഉണ്ട്, പ്രിപ്പറേറ്ററി ഫേസും പേ ഓഫും. പേ ഓഫ് ഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിഡക്ഷൻ ഓഫ് 1,3-bis phosphoglycerate to glyceraldehyde 3-phosphate, B oxidation of glyceraldehyde 3-phosphate to 1,3-bis phosphoglycerate, C reversible conversion of dihydroxyacetone phosphate to glyceraldehyde 3-phosphate, D reversible conversion of dihydroxyacetone phosphate to glyceraldehyde 3-phosphate. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്സിഡേഷൻ ഓഫ് glyceraldehyde 3-phosphate to 1,3-bis phosphoglycerate. Question number 7. The substrate used in the last step of glycolysis is option A glyceraldehyde 3-phosphate, B pyruvate, C phosphenol pyruvate, D 1,3-bis phosphoglycerate. കറക്റ്റ് ആൻസർ ഏതാണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസിലെ സബ്സ്ട്രേറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഫോസ്ഫിനോൾ പൈറുവേറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഗ്ലൈക്കോളിസിസ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫോറിൽ ഗ്രൂപ്പ് ഫ്രം ഫോസ്ഫിനോൾ പൈറുവേറ്റ് ടു ADP catalyzed by pyruvate kinase enzyme. Correct answer is option C. 8th question. High concentration of glucose 6-phosphate is inhibitory to option A hexokinase, B pyruvate kinase, C glucokinase, D phosphofructokinase 1. Glucose 6-phosphate high concentration എന്തിനാണ് ഇൻഹിബിറ്ററി? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് അറിയാം നമുക്ക്. ഇറ്റ് കാറ്റൽസ് ദ റിയാക്ഷൻ ഇൻവോൾവിംഗ് ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-phosphate. സോ 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ. Question number 9. The product formed in the first substrate level phosphorylation in glycolysis is ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനിൽ ഏത് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ പൈറുവേറ്റ്, ബി 3-phosphoglycerate, സി 1,3-bis phosphoglycerate, ഡി 2-phosphoglycerate. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 3-phosphoglycerate. Phosphoglycerate kinase transfers phosphoryl group from 1,3-bis phosphoglycerate to ADP forming ATP and 3-phosphoglycerate. Question number 10. Glycolysis converts option A glucose into pyruvate, B glucose into phosphenol pyruvate, C fructose into pyruvate, D fructose into phosphenol pyruvate. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. നമുക്കറിയാം glycolysis is a metabolic pathway that converts glucose to pyruvate. ഇതോടുകൂടി പാർട്ട് 4 ഡിസ്കഷൻ അവസാനിക്കുകയാണ് ബയോകെമിസ്ട്രിയുടെ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.